മിനിഞ്ഞാന്ന് അവന്റെ ഇത് കണ്ടപ്പോ എനിക്ക് ശരിക്കും വിഷമായിരുന്നു. പിന്നെ ഞാന് അതിന്റെ എനിക്ക് സത്യമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അവൻ നമ്മളെ തിരുത്തി തന്ന ആളാണ്. രേണുസുതി എന്നൊരു അച്ഛൻ എങ്ങനെയാ? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള? ഫാദർ സ്ട്രിക്റ്റാ. ഇവിടെ സ്ട്രിക്റ്റ് ആരുമില്ല. ഫാദർ ഭയങ്കര ഫ്രീക്കാണ്. ഭയങ്കര ഫ്രീക്കാണ്. ഞങ്ങളുടെ കാസ്റ്റ് മാരേജ് ആണ്. ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ റിലേഷൻഷിപ്പ് അങ്ങനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. എൻജോയിങ് ഹിസ് ലൈഫ് ലൈക്ക് എനിത്തിങ്. അമ്മയ്ക്കും അത് പ്രശ്നമല്ല. അമ്മയ്ക്ക് അറിയായിരുന്നോ അമ്മ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? അറിയാം. അമ്മ മോനായിരുന്നോ അതെ, രണ്ടുപേരും. അത് ഒരിന്റെ 15 ഇയേഴ്സിന് എളുപ്പമുള്ള ആളാണ് രണ്ടാമത്തെ. ഇവിടെ TV ഇങ്ങനെ ഓണാണ്, ബിഗ് ബോസ് 24. അവൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. പിന്നെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അതെ, അവിടെ പറയുന്നുണ്ട്. അമ്മയെ മിസ് ചെയ്യുന്നുണ്ടാവൂലേ? തീർച്ചയായിട്ടും. അവന്റെ അല്ലെങ്കിലും ഈസ് എ ട്രാവലർ. പക്ഷെ എന്നാലും നമ്മള് എല്ലാ ദിവസവും കോൺവെർസേഷൻ ത്രൂ ദ ഫോൺ ഉണ്ടാവാറുണ്ട്. പിന്നെ അവര് രണ്ട് ബ്രദേഴ്സ് ഒരുമിച്ചാണ് കിടക്കണത്. എവിടെ എത്ര ഇതിലായാലും ഒരുമിച്ച കിടക്കണം. നമ്മളതിലൊക്കെ കുറച്ച് ഹൈയാണ്. നമ്മളൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പറയുമ്പോ തന്നെ നമുക്കറിയാം. അത് അതിനെങ്ങനെ എടുക്കുന്ന അമ്മ? എല്ലാരും ഇങ്ങനെ പറയുമ്പോ മോൻ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മോനെ ഭയന്നിട്ട്? എന്റെ മോന്റെ കോൺഫിഡൻസ് എനിക്കറിയാം. വിത്തൗട്ട് ഫോൺ, വിത്തൗട്ട് ഡ്രസ്, നമുക്കെല്ലാവർക്കും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തില് എസ്പെഷ്യലി ഓണിൽ ഭയങ്കര ഡ്രസ്സിങ്ങിന്റെ ആളാണ്. രാവിലെ ഒരു ഡ്രസ്സ് ഇട്ട് പോയാൽ വൈകുന്നേരം വേറെ ഡ്രസ്സ് ഇട്ടുന്ന ആളാണ്. എന്ത് വന്ന ഒരു ഫ്രണ്ടിനെ പോലെ തുറന്ന് പറയാൻ പറ്റും. അതിന് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഉറപ്പായിട്ട്. അപ്പൊ മമ്മിയുടെ ഡ്രീം ആയിരുന്നു ബിഗ് ബോസിൽ അതെന്റെ എത്തണം. അതെന്റെ ഡ്രീമാണ്. നമ്മൾ അവരെന്ത് ചെയ്യണം, അത്രേ ഉള്ളൂ. ഞങ്ങള് രണ്ടുപേരും അവരെ ആരെ വിളിക്കണ ഇടൂ എന്നൊക്കെയാണ് വിളിക്കണം. അങ്ങനെയാണ്. ഐ ആം വെരി കോൺഫിഡന്റ് യു വിൽ ഗെറ്റ് ദ കം. ദാറ്റ്സ് ഓൾ. അത്രേ പറയും. എന്താണ് ഇങ്ങനെ നടന്നത്? അത് വലിയ സ്ട്രാറ്റജിയാണെന്ന് പറയുന്നത്, അതാണെന്ന് പറയുന്നത്. എന്തോരു പറഞ്ഞാണ് കപ്പനീശം ഉണ്ടെന്ന്. നമ്മളോടുള്ള ജലസ് അല്ലെങ്കിൽ നമ്മളെ ഒരു കോമ്പറ്റേറ്റർ നമ്മളെ ഭയപ്പെടുമ്പോഴാണ് നമ്മളെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് സങ്കടം തോന്നാറുണ്ട്? ഒരിക്കലുമില്ല. എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം. ഐ നോ ബിഗ് ബോസ്. ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു സ്റ്റാർട്ടിംഗില് ബിഗ് ബോസ്? എല്ലാത്തിനും ഡിഫറെന്റ് ആണ്. കാരണം ഫുഡില്ല, ഡ്രസ്സില്ല. പറഞ്ഞ എനിക്ക് ട്രൗസേഴ്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ട്രൗസർ തന്നെ ബിഗ് ബോസ് കൊടുത്തു. കാരണം എല്ലാം ഓപ്പോസിറ്റ്സ് ആണ്. ഇപ്പൊ ലാലേട്ടന്റെ അടുത്തെത്തി. ഇനി ലാലേട്ടന്റെ വലങ്കൈ പിടിച്ച്. ലാലേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ഭയങ്കര. ലാലേട്ടന് ഒരു ബുക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാലേട്ടന് ഒരു ഫുഡ് വെച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലാലേട്ടന് അവന് സാൻഡ്വിച്ച് വെച്ചു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഹലോ, ഹായ്, നമസ്കാരം. മെയിൻ സ്ട്രീം മണ്ണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരു അതിഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബിഗ് ബോസ് സീസൺ 7 ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയ ഒനിൽ സാബു എന്നൊരു വ്യക്തിയുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ സ്വന്തം FC ബോയ്. ആളുടെ അമ്മയാണ്. ആളുടെ അമ്മ നമ്മളോടൊപ്പം ഇന്ന് ആളുടെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അമ്മയുടെ ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ. ഹലോ ആൻറ്റി. ഹായ്, നമസ്കാരം. അപ്പോ എന്താണ് ഇപ്പം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഡെഫിനറ്റ്ലി. യെസ്. അപ്പം ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? മോൻ എവിടെയാണ്? എത്തിപ്പെട്ടു. ഡ്രീം ആയിരുന്നോ ബിഗ് ബോസിലേക്ക് പോവാന്നുള്ളത്? മോൻ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. മോൻ അതിന്റെ അതിലേക്ക് പോകണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ അപ്പോഴും അവനെ ഫോഴ്സ് ചെയ്യായിരുന്നു. മോന് എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ അകത്തേക്ക് വരുമായിരുന്നു. അങ്ങനെയാണ് അവൻ അതിന്റെ അകത്തേക്ക് വന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഒരു അമ്മ മോനായിരുന്നോ ഒനിൽ? അതെ, രണ്ടുപേരും.
രണ്ടുപേരും ഇപ്പൊ രണ്ട് മക്കളാണ്. രണ്ടുപേരാണ്. അത് ഒരിന്റെ 15 ഇയേഴ്സിന് എളുപ്പമുള്ള ആളാണ് രണ്ടാമത്തെ ആൾ. ഓക്കെ, അത്ര. അപ്പം ഒരു ബിഗ് ബ്രദർ ആണ് ബിഗ് ബ്രദർ വിളിക്കുന്നത്. അതെ, ബിഗ് ബ്രദർ ആണ്. ബിഗ് ബ്രദർ ലൈക് ഫാദർ. ലൈക് ഫാദർ. ഓക്കെ. അപ്പം എന്താണ് ബ്രദറിന്റെ പേരെന്താണ്? ഡാറ്റാനി എന്നാണ് അവന്റെ പേര്. ഡിഫറെന്റ് നെയിമാണ്. ഡിഫറെന്റ് നെയിം. അതെ, ഒനീൽ സാബു. അതെ, ഇത് ഒരു ഡിഫറെന്റ് നെയിം ആണ്. അപ്പൊ ഈ നെയിം ആരാ? ഫാദർ ആണ് അത് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ആയിട്ടുണ്ട് രണ്ടുപേരുടെയും പേര്. പിന്നെ ഒരു മെയിൻ ഡിഷിനെ കുറിച്ച് ഒനീൽ ബ്രദർ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ മമ്മിയുടെ എന്റെ ഫേവറേറ്റ് വിന്താലു എന്ന് പറയും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. വിന്താലും മുസാദും. ഓക്കെ. അപ്പം അത് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ട് അപ്പൊ ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്യണം, തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യണമല്ല. ഓക്കെ, അപ്പം ഗൈസ് ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് വിന്താലു, അത് മുസാദ്. ഇത് വിന്താലു, ഇത് മുസാദ്. നൈസ്, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഒനീൽ ബ്രോ അതിനകത്ത് പറഞ്ഞ സ്പെഷ്യൽ ഡിഷ്. ഈ ഒരു കാര്യത്തിൽ മാത്രം മമ്മീനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മമ്മിയോട് ഒന്നും ചോദിക്കാൻ ലൈക്ക് അതിനകത്ത് പറയുന്നുണ്ട് അത്. അതെ, കാരണം വിന്താലു എന്റെ ഒരു ഫേവറേറ്റ്. ഇവിടെ ഫോട്ടോച്ചിൽ എല്ലാവരും വിന്താലു വെക്കാറുണ്ട്. അപ്പൊ എല്ലാരും പറയും എന്റെ അമ്മയുടെ ഫുഡ് വിന്താലുവാണ് ടേസ്റ്റ്, എന്റെ അമ്മയുടെ വിന്താലുവാണ് ടേസ്റ്റ് എന്ന്. പിന്നെ ഒനീല് ആഫ്റ്റർ ഓൾ ഇതിന്റെ ആന്ത്രപ്പോളജിയും അതൊക്കെ അറിയുന്നുണ്ട്. അവൻ എന്റെ ഫുഡിന് ഒരു പേറ്റന്റ് പോലെ ബോംബെയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോഴും നേരത്തെ സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളവിടെ വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് ഇതാണ് മമ്മി ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരിക എന്നൊക്കെ. ഇത്ര വർഷമായിട്ടും ഇത് കഴിക്കാണ്ട് ഒരാളും പോകത്തില്ല. ഇതാണ് എന്തെല്ലാം വെച്ചാലും ഇത് വെക്കും മമ്മി എന്ന് പറയും. പിന്നെ ഞാനത് വെക്കും. ഫിഷും അതൊക്കെ എല്ലാം വെക്കുമെങ്കിലും നൈസായിട്ടുണ്ട്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് ടേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ഡിഷ് നൈസ് ആയിട്ടുണ്ട്. ഒനീൽ ബ്രോ നമ്മളെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരിടത്തൊരു ചെറിയ ഗ്രാമത്തില് സാബു ബ്ലോസം ദമ്പതികളുടെ മകനായി ജനിച്ചു. അതെ. അപ്പം അമ്മയുടെ പേര് വരുന്നത്? എന്റെ പേര് ബ്ലോസം എന്നാണ്. പുള്ളി സാബുവാണ്. ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ഓക്കെ. അഡ്വക്കേറ്റ് ആയിരുന്നല്ലേ? അഡ്വക്കേറ്റ് LLB കഴിഞ്ഞിട്ട് അവൻ എല്ലാം UK പഠിച്ചത്. അപ്പൊ ഈ ഒരു പാഷനിലേക്ക് തിരിയുമ്പോ മമ്മി സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടായിരുന്നിരിക്കുമല്ലോ. ഏത് പാഷനിലേക്ക്? ആള് ഈ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ മാറിയിട്ട് ഇപ്പൊ ഓരോ സെക്ഷനിലേക്ക് അവൻ 10-15 years അത് വർക്ക് ചെയ്തു. ഓക്കെ. ഫാദർ ഇസ് എ ക്യാപ്റ്റൻ. അപ്പൊ അവന് ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. ഓക്കെ. പിന്നെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അതെ, അവിടെ പറയുന്നുണ്ട്. അമ്മയെ മിസ് ചെയ്യുന്നുണ്ടാവൂലേ? തീർച്ചയായിട്ടും. അവന്റെ അല്ലെങ്കിലും ഈസ് എ ട്രാവലർ. പക്ഷെ എന്നാലും നമ്മള് എല്ലാ ദിവസവും കോൺവെർസേഷൻ ത്രൂ ദ ഫോൺ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ അത് പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു പിന്നെ എനിക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു സന്തോഷം. അവന് നമ്മളെ മിസ്സായിട്ടുണ്ട്. ഒറ്റക്ക് വിത്തൗട്ട് ഫോൺ, വിത്തൗട്ട് ഡ്രസ്. നമുക്കെല്ലാവർക്കും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തില് എസ്പെഷ്യലി ഓണിൽ ഭയങ്കര ഡ്രസ്സിങ്ങിന്റെ ആളാണ്. രാവിലെ ഒരു ഡ്രസ് ഇട്ട് പോയാൽ വൈകുന്നേരം വേറെ ഡ്രസ് ഇടുന്ന ആളാണ്. അതെ. ഡിഫറെന്റ് ടൈപ്പ് നോട്ട് അങ്ങനത്തെ ഡ്രസ്സാണ് എടുക്കുന്നത്. കുക്കിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഒരുപാട് ഇഷ്ടമാണ്. അവിടെ ആ ഒരു അവസരം കിട്ടി. അവിടെ അതുപോലത്തെ ഒരു അവസരം ഉണ്ടാവും. കാരണം അവന്റെ ഇതല്ല സ്റ്റൈല് ഇതല്ല. ആ ഒരു ലിമിറ്റേഷനിൽ നിന്നിട്ട് പുള്ളി ഒരുപാട് ഉണ്ടാക്കുന്നത് സ്റ്റേക്ക്, സാൻഡ്വിച്ചസ്, അങ്ങനത്തെ സാധനങ്ങളാണ്. എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ പക്ഷെ അവനെ നോക്കിക്കൊണ്ടിരിക്കും അവനുണ്ടാക്കുമ്പോൾ. അമ്മയോട് ചോദിച്ചിട്ടാണോ ഈ കുക്കിങ്ങില് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? അമ്മയോട് ചോദിക്കാറുണ്ടോ എന്തെങ്കിലും കുക്കിങ്ങിനെ കുറിച്ച്? അല്ലെങ്കിൽ ഡൗട്ട്? ഒന്നും ചോദിക്കാറില്ല. ഡൗട്ട്സ് ഒന്നുമില്ല. അവൻ നമ്മളെ തിരുത്തി തന്ന ആളാണ്. അവൻ ഡൗട്ട്സ് ഇല്ല. നല്ലൊരു കുക്കാണ്. അതെ. എങ്ങനെ, ദേശീയക്കാരനാണോ അതിൽ കാണുന്നത്? ആവശ്യത്തിന് എല്ലാം ഉണ്ട്. എല്ലാം മിക്സ്ഡപ്പ് ആണ്. ദേഷ്യം മാത്രമല്ല, എല്ലാം ഭയങ്കര ലവബിളാണ്. ഭയങ്കര എല്ലാമാണ്. ദേഷ്യമൊക്കെ മനസ്സിലായി. ഹ്യൂമൻ്റെ എല്ലാം ഉണ്ട്. അച്ഛൻ എങ്ങനെയാ? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള? ഫാദർ സ്ട്രിക്റ്റാ. ഇവിടെ സ്ട്രിക്റ്റ് ആരുമില്ല. ഫാദർ ഭയങ്കര ഫ്രീക്കാണ്. ഞങ്ങള് ഞങ്ങളുടെ മക്കളെ ഇതുവരെ
എടാ പോടാന്ന് വിളിച്ചിട്ടില്ല, അവരെ ഒന്നും പിച്ചിട്ടില്ല. ഞാനാണ് പിന്നെ എന്തെങ്കിലും പറയാം. അവരുടെ ഡാഡി ഒന്നും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഡാഡി. ഫ്രണ്ട്ലി. ഓക്കെ. പിന്നെ അവര് രണ്ട് ബ്രദേഴ്സ് ഒരുമിച്ചാണ് കിടക്കണത്. എവിടെ എത്ര ഇതിലായാലും അവർ ഒരുമിച്ചാണ് കിടക്കണം. ശരിക്കും ആളെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പം? ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മ എന്ത് കാര്യത്തിനും നമ്മളൊരു പോകുമ്പോ അവനൊരു കോൺഫിഡന്റ് ആണ്. അവന് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യത്തിനും അവന് ഇന്നേ വരെ അവന്റെ ലൈഫിൽ എന്തിനു പോയാലും ഫസ്റ്റ് ആണ്. അത് അവന്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവന് ഏത് ആക്ടിവിറ്റീസും ഫസ്റ്റ് ആണ്. ഒരു സകലകലാവല്ലഭനാണെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഈ മിമിക്രി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയാം. ഓക്കെ. അത് അതിനകത്ത് കാണിച്ചായിരുന്നു ഒരു പ്രാവശ്യം. അതെ, അപ്പം പറയുന്നുണ്ടായിരുന്നു അച്ഛനിന്ന് ഫാദർ മിമിക്രി കാണിക്കും, മിമിക്രി കോളേജിലൊക്കെ കാണിക്കുമായിരുന്നു. അപ്പൊ അച്ഛനിന്ന് കിട്ടിയതാണ് അങ്ങനത്തെ ഒരു അങ്ങനെ. അവനെന്തായാലും സെൽഫ് മെയ്ഡഡ് ആണ് കുറച്ച്. കാരണം നമ്മളതിലൊക്കെ കുറച്ച് ഹൈയാണ്. നമ്മളൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പറയുമ്പോ തന്നെ നമുക്കറിയാം. അവന്റെ ഇപ്പൊ ഞാൻ അവന്റെ ടീച്ചറാണ്. എന്നാലും എനിക്കൊത്തിരി ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ അവനോട് ചോദിക്കും. അവനപ്പോ അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ബിക്കോസ് അവൻ അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മൾ ഒത്തിരി ബുക്സ് ഒക്കെ വായിക്കും. അപ്പൊ അതിൻ്റെതായ ഞങ്ങൾ 4 പേരും ബുക്സ് വായിക്കും. അതെ അതെ, റീഡേഴ്സ്, നന്നായിട്ട് റീഡ് ചെയ്യുന്ന ഒത്തിരി ബുക്സ്. നന്നായിട്ട് ട്രാവലേഴ്സ് ആണ് എല്ലാവരും. ഇപ്പോ അവിടെ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഗെയിം കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഞങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്തത്തെ ട്രെൻഡ് ഒന്നും നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം തന്നെ അതൊക്കെ വെച്ചാൽ അതിന്റെ ഇന്നർ പൊസിഷൻസ്. ഇപ്പൊ നമ്മളൊരാള് നമ്മളോടുള്ള ജലസ് അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റേറ്റർ നമ്മളെ ഭയപ്പെടുമ്പോഴാണ് നമ്മളെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ നിങ്ങൾ കണ്ടു കാണുമല്ല, ഒരാളോട് അവൻ തല്ലു പിടിച്ച് ഇടിച്ചിട്ടല്ല അവനെ ശരിയത്. പുള്ളീനെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഈസ് ഇൻ ദ കിച്ചൺ, യു പീപ്പിൾ സീ ഹിം എവറി ടൈം അതാണ് അവനെ കാണാഞ്ഞത്. കണ്ടന്റ് കൊടുത്തില്ല എന്നല്ല. അവന് ഒറിജിനലാണ്, ഫാത്തിമയായിട്ട് ഒറിജിനൽ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ടും അവന് ഇട്ട പേരെന്താണ്? സെർലാക്ക്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊരു നല്ല പേരല്ലേ. സെർലാക്ക് ഒരു ബേബി ആയിട്ടാണ് അവൻ കണ്ടത്. കാരണം അവന്റെ ബ്രോനയില് ഇളയായ കൊച്ചാണ്. അപ്പൊ പിന്നെ അവനതൊരു അങ്ങനെ കണ്ടതാണ്, അങ്ങനെ വിളിച്ചതാണ്, ആ ഒരു രീതിയിൽ വിളിച്ചതാണ്. പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അലർച്ചയും ഒച്ചയും ബഹളമാണ് ആൾക്കാർക്ക് ഇഷ്ടമെങ്കിൽ അതും അവൻ ശ്രമിക്കും. അത് വെയിറ്റ് അത്രേ ഉള്ളു. നമ്മൾ അങ്ങനെയാണല്ലോ റിയലായിട്ട് നിൽക്കുവാണ് ആള്. അതെ. പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോ അമ്മയ്ക്ക് സങ്കടം തോന്നാറുണ്ട്? ഒരിക്കലുമില്ല. എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം. ഐ നോ ബിഗ് ബോസ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ബിഗ് ബോസ് അല്ല ഈ പ്രാവശ്യത്തത്. ബിക്കോസ് ഡ്രസ് ഇല്ല, ഫുഡില്ല. ഡ്രസ് എനിക്കും ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു ഫീലിംഗ് ആണ്. ഇത്രയും ഫുഡി ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇത്രയും ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾ അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യും. ഫുഡ് അവനെ അത് കൺട്രോൾ ചെയ്യാനും അറിയാം. ഫുഡ് മാത്രമല്ല മോളെ, അവന്റെ ഡ്രസ്സിങ്ങിനാണ് എനിക്കൊരു വിഷമം. കാരണം പറഞ്ഞ എനിക്ക് ട്രൗസേഴ്സ് ഇഷ്ടമല്ല പറഞ്ഞപ്പോ ട്രൗസർ തന്നെ ബിഗ് ബോസ് കൊടുത്തു. കാരണം എല്ലാം ഓപ്പോസിറ്റ്സ് ആണല്ലോ. സ്ട്രാറ്റജി ആണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ. എന്നാലും അവരിത് കണ്ടപ്പോ വിഷമം തോന്നിയോ? ചെയ്യണമല്ലോ, അല്ലെങ്കിൽ വിഷമമില്ല. ഞങ്ങളിങ്ങനെ പറയുന്നത് ദൈവമേ അത് കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിഷമമില്ല. കാരണം എനിക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് എന്റെ വലിയ ആഗ്രഹമാണ്. ഒരു വിഷമമില്ല. അമ്മയുടെ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പോകുക എന്നുള്ളത്. ആഗ്രഹമായിരുന്നു. ഓക്കെ. അത് പുള്ളി സാധിച്ചു. അത് ഞാൻ എപ്പോഴും പറയും, ഒന്നിൽ നീ ഒരു ദിവസം ഇതിന്റെ അകത്ത് വരും, ഒരു ദിവസം വരും എന്നുള്ളത് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. വരുമെന്ന് പറയുമായിരുന്നു. പിന്നെ അവനതിനു വേണ്ടി എല്ലാ സീസണും കാണുമായിരുന്നോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സീസണാണ് ഇന്ത്യയുടെ. ഇറ്റ് വാസ് വെരി റിയലി ബോർ. ജാസ്മിന്റെ എന്തൊക്കെയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു സ്റ്റാർട്ടിങ്ങില് ബിഗ് ബോസ്? എല്ലാത്തിൽ നിന്നും ഡിഫറെന്റ് ആണല്ലോ. കാരണം ഫുഡില്ല, ഡ്രസ്സില്ല. പിന്നെ പണിപ്പൂരിയിലാണ് അവരുടെ ഡ്രസ്സ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ലാസ്റ്റ് വീക്ക് ഞാൻ അവന് കൊടുത്ത ഡ്രസ്സ് ഇടാനുള്ള ഡ്രസ്സിന്റെ ഷർട്ട് ഒരു പ്ലെയിൻ മുണ്ടാണ്, ബ്ലാക്ക്. ഞാൻ നിങ്ങളെ ആ ഫോട്ടോ കാണിച്ചു തരാം. ഈ ലുക്സ് ഒരു വെരി ഹാൻസം ഇൻ ദാറ്റ്. അവനെന്ത് കൊടുത്താലും ഹാൻസം ആണ്. പക്ഷെ അത് വേറെ ടൈപ്പ് മുണ്ടാണ് അവര് കൊടുത്തുവിട്ടത് അതിന്. അതുപോലെ പിന്നെ പാൻസും ഷൂസും കൊടുത്തു. അപ്പൊ അവ ഷൂസ് കൊടുത്തില്ലായിരുന്നു.
നമ്മള് ഇന്നത്തെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം. അതവർ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അയച്ചത് അത് എനിക്ക് ഡ്രസ്സ് കൊടുക്കാത്ത കാര്യത്തില് അത് എനിക്കൊരു സങ്കടമുണ്ട്. ഇത്രയും രീതിയിൽ നടന്ന ഒരാളെ അങ്ങനെ കാണുമ്പോ വിഷമം അത് സാറ്റർഡേ സൺഡേക്ക് ഞങ്ങൾ സ്പെസിഫൈ ചെയ്ത് സ്പെഷ്യൽ ഡ്രസ്സ് കൊടുക്കും. നാളത്തെ നമുക്കറിയില്ലായിരുന്നില്ല. അപ്പൊ നാളത്തെ ഡ്രസ്സ് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ട്. അതവിടെ അവര് കൊടുക്കോ, ആ ഡ്രസ്സാണോ വേറെ ഡ്രസ്സ് എടുത്ത് കൊടുക്കോ നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പം ഇവിടെ TV ഇങ്ങനെ ഓണാണ്, ബിഗ് ബോസ് 24 അവൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. കാരണം എന്താണ് അവൻ നല്ല വിഷമമുണ്ട്. ഇല്ല വിഷമില്ല, വിഷമമില്ല. മോൻ കപ്പായിട്ടേ വരുള്ളൂ എന്നാ അവൻ കോൺഫിഡന്റ് ആണ്, അപ്പൊ എനിക്കും കോൺഫിഡന്റ് ആണ്. പിന്നെ എല്ലാരും അതിന്റെ അകത്ത് ഭയങ്കര ഇവനെ പുറത്താക്കണം എന്നുള്ള ചിന്ത. അതിനെങ്ങനെ എടുക്കുന്ന അമ്മ? എല്ലാരും ഇങ്ങനെ പറയുമ്പോ മോൻ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മോനെ ഭയന്നിട്ടാണ്? എന്റെ മോന്റെ കോൺഫിഡൻസ് എനിക്കറിയാം. അവനങ്ങനെ ഈ ഒബ്സർവ് തിങ്സ് പണ്ടേ എന്ത് കാര്യം ഗ്രാസ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ ഗ്രാസ്പ് ചെയ്തുകൊണ്ടാണ് ഇവരും ഗ്രാസ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവനെന്താന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവനെ ഒന്ന് കളയണം. എനിക്ക് ആ ഷോയിൽ ഞാൻ കണ്ടതാണ് അക്ബറും ആൾക്കാരൊക്കെ പറയണത്, ഇവൻ പോയിട്ട് വേണം ഒരു ചായ കുടിക്കാനെന്ന്. അത്രയ്ക്ക് പേടിക്കുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ്. അത്രയും പേടി ഒനിൽ സാബുവിന് അത്ര പേടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഒനിൽ സാബു ശരിക്കും കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പേടിക്കും. ഒനിൽ സാബു എന്ന വ്യക്തി ബിഗ് ബോസിന്റെ കപ്പുമായിട്ട് വരും എന്നൊരു കോൺഫിഡൻസ് ഞങ്ങളുടെ വിശ്വാസമാണ്, അവന്റെ വിശ്വാസമാണ്. പിന്നെ അതിന്റെ അകത്ത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ്. കാരണം എല്ലാവരും ഇങ്ങനെ തല്ല് വീഴണം അടി വീഴണമുള്ള ചിന്തകളാണ്. എപ്പോഴും എല്ലാവരും ക്ഷമിച്ചിരിക്കുകയല്ലേ, എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണല്ലോ. അപ്പോ റിയൽ ആയിട്ട് തന്നെയാണ് നിക്കുന്നത്. അതായത് ഇവിടെ എങ്ങനെയാണോ അവൻ അങ്ങനത്തെ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. പക്ഷെ മാറണമില്ല. കാരണം ഇവിടെ ഇങ്ങനെ ബഹളം ഒച്ച ഉണ്ടാക്കുമ്പോ ചിലപ്പോ ഓട്ടോമാറ്റിക്കലി അവനും ഉണ്ടാവും. അതില് നമ്മുടെ ഫോട്ടോച്ചിക്കാരെന്ന് പറയണത് അങ്ങനെ എല്ലാത്തിനും കേറി ഇടപെടുന്നതല്ല, വന്നാ വിടില്ല അങ്ങനെയുള്ള ചിന്തകളുള്ള ആൾക്കാരാണ്. വെരി വെരി നൈസ് പ്ലേസ്. ഫോർട്ട് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഫോർട്ട് കൊച്ചിനോട് മാറാൻ ആ ഒരു പ്ലേസ് ഇങ്ങനെ ചേർത്ത് വെച്ചാണ് സംസാരിക്കുന്നത് പോലും. ഫോർട്ട് കൊച്ചി അവന്റെ പ്രത്യേകിച്ച് അവന്റെ പേര് കണ്ട് FC ബോയ്. നമ്മൾ ഇവിടെ വരെ കുത്തി വെച്ചിട്ടുണ്ട്, ടാറ്റു അടിച്ചിട്ടുണ്ട് അവൻ. അത് അത്ര ഇഷ്ടമാണ് നാടും. എപ്പോഴും പറയാം ഓരോരോ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയി വേറെ നാട്ടിലാണല്ല ഇരുന്നപ്പോഴ്, അപ്പോഴേ നമുക്ക് നമ്മുടെ നാടിന്റെ ഇഷ്ടം തോന്നുള്ളൂ എന്തും. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള വേറെയും കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പം രേണുസുതി എന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ഇഷ്ടമാണ്? എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. രേണുസുതി അതിന്റെ അകത്തൊന്നും കാണിച്ചില്ലെങ്കിലും ഞാൻ അല്ലാണ്ട് കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണ്. ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് സുധിയുടെ ഇതെല്ലാം ഇഷ്ടമാണ്. ഞാൻ സുധിയുടെ ഇതെല്ലാം കാണാറുള്ളത്. ഇഷ്ടമാണ്. സുധിയുടെ വൈഫല്ല, അപ്പൊ നമ്മൾ സുധിയുടെ വൈഫ് എന്ന രീതിയിൽ ചെയ്യണമല്ല. ഓക്കെ, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മള്. അങ്ങനെയാണല്ല, അങ്ങനെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് മാത്രമല്ല ഒനില് സുധിയുടെ വൈഫ് എന്തൊക്കെയൊക്കെ ചോദിക്കുമ്പോ പറഞ്ഞൊക്കെ കൊടുക്കണം ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഫേവറേറ്റ് ഒരു, അതായത് ഒനിൽ മകനല്ലാതെ വേറൊരു കണ്ടസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ ഫേവറേറ്റ് പറയാൻ പറ്റുന്നത് ആരെയാ? എനിക്ക് ഷാനവാസ്. ഓക്കെ, എന്താ ഫേവറേറ്റ്? ഷാനവാസിന് എനിക്ക് പണ്ട് കുങ്കുമപ്പൂ എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയലൊന്നും കാണാറില്ല. പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോ കുങ്കുമപ്പൂ ഇങ്ങനെ പ്ലേ ചെയ്തപ്പോ രുദ്രൻ എന്നും പറഞ്ഞ്, അപ്പൊ അങ്ങനെ ആ ഷാനവാസിനെ എനിക്ക് ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയില്ല, ആളെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഷാനവാസ് ഇതിന്റെ അകത്ത് ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടും എന്നാ ഓക്കെ ആയിട്ടും കളിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ ഒരു ഇഷ്ടമുണ്ട്. ഓക്കെ, അപ്പോ അമ്മ അത്ര കോൺഫിഡന്റ് ആണ്, മിസ് ചെയ്യുന്നതേ ഇല്ല ഈ നമ്മളിപ്പോ ചോദിക്കട്ടെ, രാവിലെ ഒക്കെ എണീറ്റ് വരുമ്പോ എന്തായാലും മിസ് ചെയ്യില്ലേ? അങ്ങനെ ഒരു മിസ്സിങ് തോന്നുന്നില്ല? ഞാൻ മിസ്സിങ് ഇല്ലെന്ന് പറഞ്ഞാലും ഒരാൾ വിശ്വസിക്കില്ല, മിസ്സിങ് ആണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അത് രണ്ടിന്റെ നടക്കിലാണ് ഞാൻ. കാരണം ശരിക്കും ഞാൻ മിനിഞ്ഞാന്ന് അവന്റെ ഇത് കണ്ടപ്പോ എനിക്ക് ശരിക്കും വിഷമായിരുന്നു. പിന്നെ ഞാന് അതിന്റെ എനിക്ക് സത്യമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അപ്പൊ രാവിലെ ഇപ്പൊ നമ്മള് ഉറക്കത്തിന് എണീറ്റ് വരുമ്പോ മിസ് ചെയ്യുമെന്ന് ചോദിച്ചു, മിസ് ചെയ്യില്ല? എത്ര ഞാൻ എത്ര വന്നാലും രാത്രി അവരുടെ കൂടെ പോയി കുറച്ചു നേരം ഇരുന്ന് കിടന്ന്, അവരങ്ങനെ വലിയ റിലീജിയസ് ഒന്നും അല്ല. പക്ഷെ ഞാൻ ചെന്നിങ്ങനെ എന്റെ ഇഷ്ടത്തിലൊരു കുരിശൊക്കെ വെച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോ അവർ രണ്ടുപേരും ഇരിക്കും. പിന്നെ അപ്പൊ വന്നിട്ട് നൈറ്റ് പറയും, നമ്മളെ കിസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് നമ്മള്. അതാണ് അതൊക്കെ തീർച്ചയായിട്ടും എനിക്ക് വീട്ടില്. പിന്നെ ഇവന്റെ ഒരു ട്രാവലറാണ് എപ്പോഴും. പക്ഷെ ട്രാവലർ ആണെങ്കിൽ കൂടി ഇപ്പൊ പോകുമ്പോ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതിനെനിക്ക് അത് ഞാൻ അവനെ പ്രിപ്പയർഡ് ആക്കണായിരുന്നു. കാരണം
നമ്മൾ 100 ദിവസം എന്നല്ലേ പറയുള്ളൂ. 100 ദിവസം അവിടെ നിൽക്കണം അങ്ങനെയല്ല, അങ്ങനെയല്ലേ നമ്മൾ പറയുള്ളൂ. 100 ദിവസം മോൻ അതിനകത്ത് നിൽക്കട്ടെ എന്നും അവൻ ആ കപ്പ് കൊണ്ടുവരാൻ ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്നാലും അവിടെ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. നിക്കട്ടെ. അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്, അമ്മ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് തോന്നി? അത് ഞാൻ അപ്പോഴേ കരയാൻ തുടങ്ങി. അമ്മയ്ക്ക് അറിയായിരുന്നോ അമ്മ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? അറിയാം. അപ്പൊ അത് അവിടെ കേട്ടപ്പോ അതിനുണ്ട് പേർക്ക് ഭയങ്കര അസൂയാണ്. അതെ, അത് എനിക്കിപ്പോ ഇവിടെ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ അതെടുക്കും, കാരണം അത് പറയാൻ പറ്റില്ല. ഫാമിലീസിനായാലും മറ്റുള്ളവരായാലും നെയ്ബേഴ്സിനായാലും എല്ലാവർക്കും. കാരണം അവർ ഇത്രയും വലുതായാലും നമ്മളോട് വളരെയധികം സ്നേഹമാണ്. പിന്നെ ആ കൂട്ടുകാരൊക്കെ കണ്ട അനിയന്റെ കൂട്ടുകാരൻ, അവരൊക്കെ സ്വന്തം കൂട്ടുകാരെ പോലെയാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ആ സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അവന് കല്യാണം കഴിക്കണ ഇഷ്ടമല്ല. എൻജോയിങ് ഹിസ് ലൈഫ് ലൈക്ക് എനിത്തിങ്. അമ്മയ്ക്കും അത് പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. എൻജോയ് ചെയ്യട്ടെ, ലൈഫ് എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോട്ടെ. അല്ല, അവനിങ്ങനെ റിസർച്ച് ചെയ്യുന്നുണ്ട്, ട്രാവലിംഗ് അവന്റെ ഇതിന് അവൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് തന്നെയാണ്. അപ്പൊ അവന്റെ അതവൻ വല്ലാണ്ട് എൻജോയ് തന്നെയാണ്. എപ്പോഴെങ്കിലും അമ്മ പുഷ് ചെയ്യാറുണ്ടോ എനിക്ക് ഒരു കല്യാണം വേണം അല്ലെങ്കിൽ ഒരു കുടുംബം? ഞാൻ ചെയ്തിരുന്നിട്ടുണ്ട് ലോങ് ബാക്ക്. ദെൻ വി അണ്ടർസ്റ്റുഡ് അത് അവന്റെ ഇഷ്ടമാണ്. എല്ലാവരും ഞാൻ വളരെ യങ്ങിൽ ഞാനും ഡാഡിയും കല്യാണം കഴിച്ചതാണ്. When I was studying my +2, I got married. പിന്നെ അല്ല പിന്നെ ഗ്രാജുവേഷൻ അവന് ആ സമയത്ത് ഞാൻ 19 വയസ്സിൽ പ്രസവിച്ചു. പിന്നെ എല്ലാ പഠിത്തങ്ങളെല്ലാം. അപ്പം ഡാഡിയും വളരെ യങ്ങായിരുന്നു. അപ്പൊ അവന് അതുകൊണ്ടല്ല, അവന്റെ ഇഷ്ടം. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങളൊക്കെ പിന്നീട് എല്ലാം വന്നു. അങ്ങനെ അവൻ ഒത്തിരി റിസർച്ചും അതൊക്കെ നടത്തണേ. ബുക്ക് എഴുതിയിട്ടുണ്ട് പറയുന്നുണ്ട്. ബുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ പാൻഡാസ്മ എന്ന് പറഞ്ഞ രാത്രി ഒരു നൈറ്റ് ഇതുണ്ട്. എല്ലാരും പുറത്തുനിന്നൊക്കെ വന്ന ആൾക്കാരാണ് വരുന്നത്. അത്രയും ലൈഫ് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ചെല്ലയും. പിന്നെ അവൻ അതുകൊണ്ട് അവന്റെ കാര്യങ്ങൾ ബോത്ത് ഓഫ് ദം അവരുടെ കാര്യം സെക്യൂർഡ് ആണ്. അവര് ഭയങ്കര ഫ്രണ്ട്ലി ആണോ? അപ്പൊ അമ്മ മോൻ എന്ന രീതിയിൽ അല്ലാണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ എന്തുണ്ടെങ്കിലും വന്ന് ഷെയർ ചെയ്യുക, ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അങ്ങനെ ഷെയർ ചെയ്തിട്ട് എനിക്കുള്ള സന്തോഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണം അവൻ അവിടെ ബിഗ് ബോസിൽ എന്താണെന്ന് അറിയാത്തോണ്ട് ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ ആ ഫീലിംഗ് അങ്ങനെ, കാരണം ഇതിപ്പോ അന്ന് ഇപ്പൊ അവൻ പിന്നെ സസ്പെൻഡഡ് ആയിട്ട് അങ്ങോട്ട് പോയ സമയത്താണല്ലോ ഇത് പറയണത്. അതുകൊണ്ട് എനിക്ക് എന്നാലും ഞാൻ കോൺഫിഡന്റ് ആണ്. ഓക്കെ, അതൊന്നും അറിയില്ല. ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോ എങ്ങനെ തോന്നി? എന്തോ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോ എവിക്റ്റ് ആവോ അല്ലെങ്കിൽ സസ്പെൻഷനിൽ? ഞാനത് കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നിച്ച് 13 ഇതുണ്ടല്ല. പിന്നെ ബിഗ് ബോസ് പറഞ്ഞല്ല ഒനിൽ ഇനി ഒരു ഹോപ്പ് കളയണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ ഹോപ്പ് പോയി. കാരണം അത് അനീഷിന്. അപ്പൊ എന്ത് തോന്നിയത്? ആ ഒരു ഞാനത് കണ്ടില്ല, ഞാൻ പോയി കളഞ്ഞു. സങ്കടമായി. അത്ര ആ ഒരു രീതിയിൽ നിന്നൊരു വ്യക്തിയെ പെട്ടെന്ന്. അതെനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്തിനെങ്കിലും നല്ലതിനായിരിക്കും. പിന്നെ ഗെയിമാണല്ലോ, ഗെയിമാണ് അവിടെ നമ്മൾ പാർട്ട് ഓഫ് എ ഗെയിം. അത് നമ്മൾ അവിടെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ എന്ന് വരും. മെന്റലി ഭയങ്കര സ്ട്രോങ് ആണല്ലേ ആള്? മെന്റലി ഭയങ്കര സ്ട്രോങ്. മെന്റലി ഞങ്ങൾ എല്ലാരും സ്ട്രോങ്. ഒന്നിനെ കുറിച്ചും ബോധമല്ല, ഉറപ്പായിട്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മളെ യങ് സ്റ്റേജ് തൊട്ട് നമ്മള് എല്ലാം ആ ഒരു അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ട്രെയിനിങ് കൊടുത്താണ് വളർത്തിയെന്ന് പറയാൻ അത്ര ധൈര്യമുണ്ട്. എന്റെ 2 മക്കളെ ഞാൻ ഡാഡി ഭയങ്കരമായിട്ട് പിള്ളേരെ കെയർ ചെയ്യും. ഡാഡി ഇങ്ങനെ ഭയങ്കര ദേഷ്യക്കാരനാണോ? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. ഡാഡി ഈസ് എ ക്യാപ്റ്റൻ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി മറ്റുള്ള ഫിനാൻഷ്യൽ ആയാലും മറ്റുള്ള ഗൈഡൻസ് ആയാലും ഇവർ ഇത്രയും ലെവലിൽ പഠിപ്പിച്ചു. UK വിട്ട് പഠിപ്പിച്ചു. LLM എടുത്ത് അവൻ മെറൈൻ ലോയറാണ്. മെറൈൻ ലോയർ. അപ്പൊ അവരത് 10-15 വർഷം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അത് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ് എനിക്ക് അതുകൊണ്ട് കം ബാക്ക്. ഖത്തറിലൊക്കെ ജോലി എടുത്തു. അത് കഴിഞ്ഞ പിന്നെ ഇവിടെ വന്നിട്ട് ഈ റിസർച്ച് നടത്തി അതും ചെയ്ത് എല്ലാത്തിനും സപ്പോർട്ടാണ്. ഡാഡി മമ്മി എല്ലാത്തിനും സപ്പോർട്ടാണ്. എല്ലാ കാര്യവും എന്ത് വന്ന ഒരു ഫ്രണ്ടിനെ പോലെ തുറന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഉറപ്പായിട്ട്. അപ്പൊ മമ്മിയുടെ ഡ്രീം ആയിരുന്നു ബിഗ് ബോസില് എത്തണം. അപ്പോ ഒനിൽ സാബു എന്ന ഒരാള്
കപ്പുമായിട്ട് വരും എന്നുറപ്പാണ്. അത് ഞാൻ പറയണ ഞാൻ കോൺഫിഡന്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ അകത്തൊക്കെ എന്തൊക്കെയാണ് വരുമെന്ന് എനിക്കറിയില്ല. ഐ എം കോൺഫിഡന്റ്. ഭാഗ്യം തുണയ്ക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അതേ ഉള്ളൂ. പിന്നെ പ്രേക്ഷകരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരായ നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യണം. കാരണം ഇവിടെ ഞാനിപ്പോ നോക്കിയിട്ട് ഇങ്ങനെ അതിന്റെ അകത്ത് ബാഡായിട്ട് നിൽക്കുന്നവരായാലും എല്ലാവരും ഒക്കെ ഇങ്ങനെ റേസ് ചെയ്ത് പോകണ്ട. കാരണം എല്ലാം ആർട്ടിസ്റ്റ് ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മളൊരു റിയൽ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എത്ര നാള് ഫേക്ക് എന്ന രീതിയിൽ നമുക്കൊന്നും പറയാൻ പോലും പറ്റില്ല അല്ലേ? അതെ. ഒനിൽ സാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ എങ്ങനെയായിരുന്നോ, വീട്ടിലും നാട്ടിലും എങ്ങനെയായിരുന്നു ഇതുവരെ നിന്നക്കണത് അതുപോലെ തന്നെയാണ് പോകുന്നത്. ഒരു മാറ്റില്ല. പക്ഷെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, സഹിക്കുന്നുണ്ട് അല്ലെ? ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാനിത് ഇവിടെ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും സാഹചര്യത്തിൽ? അവൻ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ റിയാക്ട് ചെയ്തിരുന്നേ, അവനൊന്ന് റിയാക്ട് ചെയ്യായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടോ? അവന് ആ ആളോട് അവൻ ഒബ്സർവ് ചെയ്യാണ്ട് ഒന്നും ചെയ്യില്ല. അത് ഞങ്ങൾക്കറിയാം. എന്ത് കാര്യം ഇപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ തന്നെയാലും ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടായാലും ഈ ഒബ്സർവ് പീപ്പിൾ. കാരണം അതിനാണ് അവന്റെ വിദ്യാഭ്യാസം ഈ ലോ എഫക്ട് ചെയ്ത ആ കാര്യത്തിനാണ്. കാരണം അവനത് അവൻ ചിന്തിച്ചിട്ടേ എന്തും ചെയ്യുള്ളൂ. ഇപ്പൊ വെറുതെ ചെന്ന് ഇപ്പൊ ഒരു ആള് ചെന്ന് പുഷ് ചെയ്ത് അല്ലെങ്കിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം, അതൊന്നും ഇല്ല. ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ ഇപ്പം അവനെ ടാർഗറ്റ് ചെയ്യണ ആരെയും ടാർഗറ്റ് ചെയ്യണ ഞാൻ കണ്ടില്ല. അല്ല, ചേട്ടനെ ആരെങ്കിലും ടാർഗറ്റ് ശരത്തൊക്കെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യണം. ശരത്, അക്ബർ തോന്നിയിട്ടുണ്ട് എല്ലാവരും. അത് നമ്മൾ അവിടെ പറയണ ഞാൻ ലൈവില് കേൾക്കണല്ലേ. ലൈവ് സ്ട്രീം ഐ എം വാച്ചിങ് ദാറ്റ്. പറയുന്നുണ്ട് അവനാ പറഞ്ഞ അങ്ങനെ പറയുന്നു. പേര് പറയുന്നില്ലേ? ഈ ഒരു ഇല്ല, ഒരിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അറിയില്ല. അതാണല്ലോ അവന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷെ അവൻ മോഹൻലാൽ സാറിനോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ മോഹൻലാൽ സാർ പറഞ്ഞില്ലേ കുടുംബശ്രീ എന്തോ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അതൊക്കെ ഇവിടെ എല്ലാം ഇങ്ങനെ ഭയങ്കര ഗ്യാങ് ടൈപ്പാണ്. ഐ ഡോണ്ട് ഹാവ് എനി ഗ്യാങ്. ഇപ്പൊ അമ്മയ്ക്ക് ഒരു ചാൻസ് കിട്ടില്ല എന്നല്ല ഞാൻ പറയണം, ഒരു ചാൻസ് കിട്ടുകയാണെന്ന് വെക്കുക, മകനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാം. ഒന്നും ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല, പക്ഷെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എന്തായിരിക്കും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പുറത്തൊക്കെ ഐ എം വെരി കോൺഫിഡന്റ് യു വിൽ ഗെറ്റ് ദ കം. ദാറ്റ്സ് ഓൾ. അത്രേ പറയത്തുള്ളൂ. കാരണം മെന്റലി അത്രയും പ്രിപ്പയർ ചെയ്ത് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളിങ്ങനെ മറ്റുള്ള മമ്മിമാരെ പോലെ ഒന്നും പറയില്ല. ഓനെ അങ്ങനെയൊന്നും ഇല്ല. കാരണം ഞങ്ങള് മിസ് ചെയ്യുന്നു പോലും പറയില്ല. അത് അവൻ മിസ് ചെയ്യുന്ന പറഞ്ഞ് അവനെ സങ്കടപ്പെടുത്താനും ഞാനും സങ്കടപ്പെടാനും ഇല്ല. അത് ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഒച്ചമ്പോളം തന്നെ പോയി വീട് സിനിമ കാണാൻ പോക്കും അതിന് പോക്കും എല്ലാം. ഫസ്റ്റ് ഇപ്പൊ കൂലിയൊക്കെ കളിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ആദ്യം 11 o'clock പോണത് രാത്രിയില് പോവും. അപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പോയോ? സിനിമ കാണാൻ പോയായിരുന്നു? എങ്ങനെ പോവും? ഞാനിത് കാണണ്ടേ? എനിക്കിത് കാണണം. ഫോണിൽ ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങൂലേ? എപ്പോഴൊക്കെയാ ഉറങ്ങണേ? ഞാന് ഒരു 3 o'clock 2:30 കിടക്കുന്നത്. പിന്നെ എല്ലാം വെച്ച് എണിക്കും. ഇളയാള് ഷൂട്ടിന് പോവും. ഒരു മൂവി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ചത്താപ്പച്ച പറഞ്ഞു ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു സന്തോഷവും ഉണ്ട് രണ്ടുപേരും അല്ലേ? 2 മക്കളും. അതെ, അഭിമാനത്തോടെ പറയാം. അതെ. അവരിന്നേ വരെ ഒരു കാരണവശാലും ഒരു പുറത്തിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് എനിക്ക് അഭിമാനം തന്നെ ഉണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. ലൈഫ് ലോങ് അതാണല്ലോ നമ്മുടെ ആഗ്രഹം. നമ്മള് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഒരു കോള് വന്ന സമയത്ത് അമ്മയോടാണോ ആദ്യം പറഞ്ഞേ? അതെ, ഫസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂക്ക് പോയപ്പോഴേ ഇന്റർവ്യൂസ് ചോദിച്ചെന്ന്, മോന്റെ മമ്മി ഇപ്പൊ അവിടെ എന്ത് ചെയ്യണായിരിക്കും ചോദിച്ചു. ഇവനിങ്ങനെ തുറ ഫാമിലിയുടെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്ന വെച്ചാ. അപ്പൊ ദേ ആസ്റ്റം ഇപ്പൊ മമ്മി എന്തായിരിക്കും? മമ്മി പ്രാർത്ഥിക്കണേയിരിക്കും എനിക്ക് കിട്ടണേന്ന്. അതെ, അത് തന്നെയാണ്. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അയ്യോ ആണ്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങള് പറയുമ്പോ പറയുന്നത് മമ്മി പ്രാർത്ഥിക്കണില്ല, അത് മതി. എന്താ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടിയാണ് അവര് ചെയ്യണത്. 2 മക്കളുടെയും ധൈര്യം മമ്മിയാണ്. എനിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. കാരണം മമ്മിക്ക് ഇഷ്ടമല്ല, അത് കളയണ്ട. മമ്മിക്ക് വേണ്ടി ജീവിക്കുന്ന 2 മക്കളാണ്. അത് ഭാഗ്യം തന്നെയാണല്ലേ? അനുഗ്രഹം. സത്യം. എനിക്ക് ആ കാര്യത്തില് എന്റെ എല്ലാ ഫാമിലിയിലെ ഡാഡിയുടെ ഫാമിലി ആയാലും എന്റെ ഫാമിലി ആയാലും
എനിക്ക് ഇത് തന്നത് ദൈവത്തിനോട് എനിക്ക് ഇങ്ങനെ നന്ദി പറഞ്ഞു. അത് ഞങ്ങൾക്ക് അതിന്റെ സപ്പോർട്ട് എന്താണെന്നറിയാം. എപ്പോഴെങ്കിലും ഡാഡിയാണ് അതിന്റെ നല്ല സപ്പോർട്ട്. മമ്മി ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ അവസരം തന്നിരിക്കണ ഫാദർ ഇസ് വെരി ഗ്രേറ്റ് മാൻ, ഈസ് വെരി. അതെ, ഡാഡിയുടെ ഒരു സപ്പോർട്ട് തന്നെ ഞങ്ങളുടെ ഞാൻ ആം എ ടീച്ചർ, ദുബായിലും ടീച്ചറായിരുന്നു. ഇപ്പൊ ഹെഡ് മിസ്സസ് ആയിട്ടാണ് ഞാൻ അതല്ല ഞാനവിടെ ടീച്ചറാണെങ്കിലും നമ്മുടെ ടീച്ചറിന്റെ സാലറിക്കൊക്കെ മക്കളെയൊക്കെ ഫാദറിൻ്റെയാണ് അവർക്ക് അത്രയും അവരുടെ ഇഷ്ടത്തിലെല്ലാം കൊടുക്കാനുള്ള ഭാഗ്യം ഫാദർ തന്നതാണ്. ഞാന് ഇപ്പം ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞു ഒരു ബിഗ് ബ്രദർ ആണ് ഒനിൽ. അതെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബിഗ് ബ്രദർ ആണെന്നാണ് പറഞ്ഞത്. അതെ. അപ്പൊ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഡാഡിയിൽ നിന്നാണോ കിട്ടിയത്, അല്ലെങ്കിൽ ഡാഡിയെ കണ്ടിട്ട്? അയാള് എല്ലാം സെൽഫ് മെയ്ഡഡ് ആണ്. ഡാഡിയൊക്കെ ഒന്നിനും ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇതില്ലല്ലോ. നമ്മൾ അവരെന്ത് ചെയ്യണമെന്ന് വി ആർ ഹാപ്പി, അത്രേ ഉള്ളൂ. ഞങ്ങള് രണ്ടുപേരും അവരെ ഇപ്പൊ ആരെ വിളിക്കണ ഇടൂ എന്നൊക്കെയാണ് വിളിക്കണം. അങ്ങനെയാണ് എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം പറയടോ, അങ്ങനെയൊക്കെയാണ് വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? എന്ത് മകനെ വിളിച്ച് സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴേലും? ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ മോളെ? അതൊക്കെ ഉണ്ട്, അതൊന്നും നടക്കൂലെന്ന് അറിയില്ല. ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാലും സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ മമ്മീന്ന് വിളിയും. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഈ 2 days എനിക്ക് ശരിക്കും കാണാൻ പറ്റണില്ല. എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. പക്ഷെ ഞാനത് എന്റെ സങ്കടം ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇതിനേലും കുറച്ചുകൂടി നിങ്ങളോട് പ്രസരിപ്പായിട്ട് പറഞ്ഞാണ്. എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നുള്ളു. കാരണം എനിക്ക് സങ്കടം ഇല്ലായി ഉണ്ടാവില്ലല്ല. ശരിക്കും എനിക്ക് എല്ലാവരുടെയും മുമ്പ് ഇപ്പൊ നമ്മൾ ബോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാലും ഓഫ് കോഴ്സ് മിസ് ചെയ്യും. പിന്നെ നമ്മ ഇങ്ങനെ അങ്ങനെ ആൾക്കാര് എനിക്കുണ്ട് സങ്കടം. കാരണം എന്റെ മോനെ ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നില്ല. വാട്ട് ഇസ് ദെയർ? നമ്മൾ കഴിഞ്ഞ പഴയ കാലത്തെ കഥകളൊക്കെയാണ് പറയണത്. ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ എന്താണ് എല്ലാം നമുക്ക് അറിയില്ല. അപ്പൊ അതിന്റെ അകത്ത് ഒരു വിഷമമുണ്ട്. അല്ലാതെ എനിക്ക് സത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇനി എന്റെ മോനെ കണ്ടാലും എനിക്ക് സമാധാനമാണ്. പിന്നെ അവൻ അവിടെയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് അവൻ നമ്മളെ വിളിച്ചില്ല. അതുകൊണ്ട് നമുക്കറിയാം. അല്ലെങ്കിൽ അവനെ ഇറങ്ങിയ അപ്പൊ തന്നെ ഫോൺ ഇവിടെയാണുള്ളത്. എന്നാലും ആരെങ്കിലും കഴിയുന്നു അതൊരു ഉണ്ട് സങ്കടം. ആള് നല്ല ഫുഡിയാണല്ലേ? നല്ല ഫുഡി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. ഫുഡി ഇൻ ദ സെൻസ് വെജിറ്റേറിയൻ അങ്ങനത്തെ ഒന്നും ഇല്ല. ഇറ്റ്സ് ഓൾ ഇംഗ്ലീഷ് ഡിഷ്. ഓക്കെ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എനിക്ക് അതൊക്കെ അറിയാം, അവിടുത്തെ സിസ്റ്റം ഒക്കെ എങ്ങനെയാണെന്ന് അറിയാം. ഈ വിൽ ട്രൈ ഇസ് മാക്സിമം, അത്രേ ഞാൻ പറയുള്ളൂ. ട്രൈ ഇസ് മാക്സിമം. തിരിച്ച് ഗെയിമിലേക്ക് വരുമ്പോ ഗെയിം എന്തെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റിയ എന്തായിരിക്കും പറയുന്നേന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അല്ല, അത് എന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഗെയിം ചേഞ്ച് വരുത്താൻ എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കൂ ചോദിച്ച് മോനെ വിളിച്ച്. അതൊക്കെ ഞാൻ പറയും. അവിടെ ആൾക്കാരെല്ലാം ഒച്ചയും ബഹളത്തിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുപോലെ നിൽക്കാൻ ഗിയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളത് പറയും. അത്രേ പറയുന്നത്. അവിടെ മനസ്സിലാക്കും. അത്ര കോൺഫിഡൻസ് ഉണ്ട്. അവൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയപ്പോ തന്നെ പറഞ്ഞു 2 weeks ഞാൻ എന്റേതായ ഒബ്സർവേഷൻസ് ഉണ്ടാവുന്നു. 2 weeksനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അണ്ടർസ്റ്റാൻഡ്? 2 weeks ടൈം അവൻ ഒബ്സർവ് ചെയ്യും. പക്ഷെ സെക്കൻഡ് വീക്കിൽ അവൻ സ്റ്റാർട്ട് ചെയ്ത് അവനിങ്ങനെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ബിഗ് ബോസ് ഒരു ഇതിട്ട് ഇവരെല്ലാവരും കൂടി അവനെ തന്നെ നോമിനേറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇത്രയും ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ പോയിട്ട് ഈ 100 ദിവസം ഇത്രയും ഒരു ലിമിറ്റേഷൻസിൽ നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യും എന്നൊരു ടെൻഷൻ ഉണ്ടോ? ഇല്ല 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 ഇല്ല. എന്തുകൊണ്ടാണ്? ഐ എം കോൺഫിഡന്റ് അബൌട്ട് ഹിം ഡ്യൂ ടു ദാറ്റ്. ഓക്കെ. അത്ര കാരണം അവന് എന്തും വിജയിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ ഇന്ന് ഇവരെല്ലാം വിജയം ഉണ്ടായിട്ടുണ്ട്. തോൽവി അവനെ അക്സെപ്റ്റ് ചെയ്യാൻ തോൽവി ഉണ്ടായിട്ടില്ല. അപ്പൊ അവൻ ആ വിജയത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് എന്റെ പ്രതീക്ഷയാണ്. അവൻ എന്റെ പ്രതീക്ഷക്ക് ഇന്നേ വരെ ഒരു ഇത് മാറ്റിയിട്ടില്ല. പിന്നെ അവിടെ ഇങ്ങനെ എല്ലാ ഈ അകത്ത് തന്നെ നോമിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേ അത് അവനെ തന്നെ ചെയ്യുള്ളൂ. ഇനിയും അതെല്ലാരും കൂടി ഇനിയും ടാർഗറ്റ് ചെയ്യും. അത് ഒറ്റപ്പെടുത്തുന്ന അങ്ങനത്തെ ഫീലൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒറ്റപ്പെടുത്തൽ അവന്റെ പ്രശ്നമല്ലല്ലോ. അതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല അവൻ. അവിടെ ഭയങ്കര ബഹളമൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ നോക്കി വന്നിട്ട് അങ്ങോട്ട് പോകും. അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് എന്താ പറയാൻ? കഴിഞ്ഞൊരു ഗെയിമില്
അനീഷ് ഒരു ക്യാപ്റ്റന്റെ വാട്ട് ഈസ് എ ക്യാപ്റ്റൻ? വാട്ട് ഈസ് എ ക്യാപ്റ്റൻ? ഒബേ, അതെ. റൂളിംഗ് കപ്പാസിറ്റി. അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു വട്ടമാരെ പോലെ നടക്കുന്നത് വലിയ കാര്യമാണ്. കാര്യമല്ല. അതുകൊണ്ട് അത് മുഴുവനും ആൾക്കാർ അതിന് എനിക്ക് അനീഷിനെ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം അനീഷിനെ വെച്ചാല് ഈസ് എ ബുൾഷിറ്റ് ഗൈ. എന്താണ് ഇങ്ങനെ നടന്നത്? അത് വലിയ സ്ട്രാറ്റജി ആണെന്ന് പറയുന്നത്, അതാണെന്ന് പറയുന്നത്. എന്തോരു പറഞ്ഞാണ് കപ്പ് അനീഷ് കൊണ്ടുവന്ന് പറഞ്ഞത്. അത്രയും ഒരാൾ കപ്പ് കൊണ്ടുവന്നതിന് വേണ്ടി സംബഡി സപ്പോർട്ടിങ് ഹിം. വി ഡോണ്ട് നോ ഹൂ ഈസ് സപ്പോർട്ടിങ് ഹിം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും, അതല്ല ഇപ്പൊ ആരെങ്കിലും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അതിപ്പോ ഇപ്പത്തെ ഇത് കണ്ടില്ലേ, അയാൾ ഇഷ്ടമില്ലാത്തവര് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാരും കൂടെ അയാളെ ചെയ്തു കഴിഞ്ഞ ഉടനെ പറഞ്ഞ് ഇത് ഞാൻ അയാളെ ക്യാപ്റ്റൻ ആക്കി എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്തോ പറയണ? ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പക്ഷെ പറ്റില്ല. അനീഷിന്റെ ക്യാപ്റ്റൻസി ഭയങ്കര ബോറായിരുന്നു. ഭയങ്കര ക്യാപ്റ്റൻസി വാട്ട് ഈസ് എ ക്യാപ്റ്റന്റെ വർക്ക് എന്താണ്? ക്യാപ്റ്റൻ എല്ലാവരുടെയും സങ്കടങ്ങളും കേൾക്കണമല്ല. കേൾക്കണം. അനീഷ് കേൾക്കൂലായിരുന്നു. അവസാനം ഇന്നത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഷാജോ എന്നാണ് അയാളുടെ പേര്. ഇന്നത്തെ ക്യാപ്റ്റൻ ഇങ്ങനെ ആൾക്കാരെ പിക്കുമ്പോ അല്ല അനീഷ് ഇങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ അവരൊക്കെ അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരാണ് അവിടെ ക്യാപ്റ്റൻ എന്ന്. ഓ, അനീഷ് എന്താണ് ഞങ്ങൾ ഇന്നലെ വിട്ടു എല്ലാ റിപ്പീറ്റേഷൻസ് ആണ്. 5 പ്രാവശ്യം പറയും. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അങ്ങനെ പോട്ടെ. പക്ഷെ അനീഷിനെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ല. അല്ല അങ്ങനെയല്ല, ദ വേ ഹി ഗോയിങ് ആയിട്ടുണ്ട്. ഒരു ഗെയിം സ്റ്റൈല് ഇഷ്ടമല്ല. അതിങ്ങനെ നടന്ന് അത് ഇവിടുത്തെ സീനാണെന്ന് എനിക്കറിയില്ല. ബിഗ് ബോസിന്റെ ഈ ഒരു സീസൺ മറ്റു സീസണുകളിൽ നിന്നും പ്രത്യേകത തോന്നിയിട്ടുണ്ട്. ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. തീർച്ചയായിട്ടും എന്റെ മോൻ ഇപ്പൊ ഇങ്ങനെ പോയതിൽ എനിക്ക് തീർച്ചയായിട്ടും സങ്കടമുണ്ട്. ഞാൻ പക്ഷെ അങ്ങനെ അത് കാണിക്കത്തില്ല. കാരണം എന്നെ വിളിക്കാത്ത സ്ഥിതിക്ക് അവൻ തിരിച്ചു വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളെ വിളിച്ചില്ലല്ലേ, ഫോണിൽ വിളിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ ലാലേട്ടന്റെ അടുത്തെത്തി. ഇനി ലാലേട്ടന്റെ വലം കൈ പിടിച്ച്. ലാലേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ഭയങ്കര ലാലേട്ടന് ഒരു ബുക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാലേട്ടന് ഒരു ഫുഡ് വെച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലാലേട്ടന് അവന് സാൻഡ്വിച്ച് വെച്ചു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ആ ബിഗ് ബോസിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനുണ്ടായിരുന്നു ആ എൻട്രി. ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അവൻ ആ ഡ്രസ്സ് എടുത്ത ആ എൻട്രിയിൽ കയറുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ നമ്മളവിടെ അതുവരെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. അവന് അങ്ങനെയാണ് ഈസ് ദാറ്റ് ടൈം. അതെ, അത്രയും കോസ്റ്റ്യൂമിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരാള് ഇപ്പൊ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡ്രസ്സിന്റെ 3 days ഒക്കെ. ഫുഡിന്റെ കാര്യം പിന്നെ എങ്ങനെ മാനേജ് ചെയ്യും. ഡ്രസ്സ് പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. ഫുഡ് ഇങ്ങനെ വെള്ളം കുടിച്ച് നടക്കും. ഇവര് രണ്ടുപേരും അങ്ങനെ തന്നെ. ഫുഡ് ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിലേ ഇപ്പൊ ഇവിടെ എല്ലാം മരത്തുമല്ല 12-2 മണി വരെ ഫുഡ് എടുത്ത് കഴിക്കൂലേ. സൊമാറ്റോയും ബ്ലിങ്കിറ്റുകാര് ഇപ്പത് നമ്മുടെ അവിടെ കാലിയാണ്. അല്ലെങ്കിൽ എത്രയും കവേഴ്സാണ് ഇവിടെ വരും. ഓക്കെ. അപ്പോ എനിക്ക് ആ ചില കാര്യങ്ങൾക്കൊക്കെ എന്റെ മാന ആ കാര്യത്തിലൊക്കെ മിസ്സിങ് ആണ്. അപ്പൊ വൈകുന്നേരം മമ്മി എന്താ വേണ്ട എന്ന് ചോദിക്കും. എന്നിട്ട് എന്റെ ഇഷ്ടത്തില് എന്റെ ഇഷ്ടമുള്ള ഫുഡൊക്കെയാണ് എനിക്കറിയാം. ഞാൻ ചെറുതായിട്ട് എനിക്ക് അസുഖമൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അവൻ എന്റെ ഇഷ്ടമുള്ള ഫുഡൊക്കെ ചിലപ്പോ ഇതൊക്കെ ഇഷ്ടപ്പെടില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്റെ മോൻ ട്യൂണൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സ്പെഷ്യലായിട്ട് മമ്മിക്ക് ഉണ്ടാക്കി തരുന്ന ഫുഡ് എന്താ? ഞാൻ ട്യൂണ സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്യൂണ സാലഡ്സ്, പിന്നെ എനിക്ക് സാൻഡ്വിച്ചസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയുള്ള അവന്റെ ടൈപ്പ് ഫുഡാണ് എനിക്കിഷ്ടം. ഞാനിവിടെ ഫിഷ് കറി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് മീൻകറി എല്ലാം കുറച്ച് കഴിക്കുള്ളൂ. ഞാൻ ഒന്നിലും അതെ കുറച്ച് കഴിക്കുള്ളൂ. ഡാഡി എങ്ങനെ ബിഗ് ബോസിൽ മകനെത്തി? അല്ലെങ്കിൽ ഡാഡിക്ക് ബിഗ് ബോസ് കാണാറില്ല. ഫസ്റ്റ് ടൈം ഇത് കാണുന്നുണ്ട്. ഇപ്പൊ ഡാഡി പോകാൻ സമയമായി. എന്നാലും ഡാഡിക്ക് അറിയാൻ പാടില്ല. ഞങ്ങളിവിടെ ബിഗ് ബോസ് കാണുമ്പോഴേ മുമ്പ് ഡാഡി എന്തൊരു ബഹളം പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഡാഡിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ മകനുള്ളതുകൊണ്ട് അതൊരു പ്രൗഡ് മൊമെന്റ് ആണല്ലോ. ഡാഡി കാണും. ഡാഡിക്ക് അറിയില്ല കേട്ടാ, സത്യം എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. ഇന്നലെ പറഞ്ഞു എന്തു പറ്റിയ പോലെ
എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് അവർ പറഞ്ഞല്ലേ സസ്പെൻഡഡ് ആണെന്നാണല്ലോ പറഞ്ഞത്. പറഞ്ഞത് സോ ഈ വിൽ കം ബാക്ക് ഡാഡാ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ വിളിച്ചില്ലല്ലേ മോളെ, വിളിച്ചില്ല, അതൊരു പ്രതീക്ഷയാണ്. അതെ, ഞാൻ അപ്പൊ തന്നെ ഇറങ്ങുമ്പോ നമ്മളെ വിളിക്കുമല്ലോ. അത് ശരിയാണ്. അപ്പൊ ആ ഒരു പ്രതീക്ഷയുണ്ട് തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് വരും. വരുമെന്ന് എപ്പോ വരും എന്ത് വരുമെന്ന് എനിക്കറിയില്ല, വരുന്നൊരു പ്രതീക്ഷയുണ്ട്. ശരിക്കും എനിക്ക് സാഡാണ് കേട്ടോ ഉണ്ടായത്. എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ കാണിക്കൂല സാഡ്നെസ്, കാരണം കാണിക്കില്ല. നിങ്ങൾ വരുമ്പോ ഇന്നലെ ഞാൻ രാത്രി ചോദിച്ച് അവരോട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈനോ, നീ വരാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. കാരണം എനിക്ക് എന്റെ മോൻ അവിടെ തിരിച്ചു വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാനാണ് പറഞ്ഞത്. എന്റെ മോൻ ചോദിച്ചില്ലേ മോൻ, മമ്മി എങ്ങനെയാണ് മമ്മി ഓൾറൈറ്റ് ആണ്? ഞാൻ പറഞ്ഞു ഞാൻ ഓൾറൈറ്റ് ആണ്, ഐ മേക്ക് മൈസെൽഫ് ഓൾറൈറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രതീക്ഷയുണ്ട്, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, മകൻ തിരിച്ച് ഗെയിമിലേക്ക് കയറും, ലൈഫില് കയറും എന്നുള്ളത്. എന്റെ ലൈഫ് ടൈമിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ബോർഡ് ലേഡിയാണ്. അതുപോലെ തന്നെ എന്റെ മക്കൾ രണ്ടുപേരും, ഡാഡിയും അത് തന്നെ. ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്, 4 പേരും യുണൈറ്റഡ് ആണ്. അതെ, എന്തുണ്ടെങ്കിലും എന്തെങ്കിലും ഇന്നും ഔട്ടും ഒക്കെ ഉണ്ടെങ്കിലും വിൽ ഡിസ്കസ് ചെയ്തത് അങ്ങനെയാണ്. ഒന്നിന്റെ സജഷൻസും ഡാറ്റിന്റെ സജഷൻസും ചോദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങുള്ളൂ. ഇത്രയൊക്കെ എനിക്ക് പറയാൻ അറിയുള്ളൂ മോളെ. അത് കുഴപ്പമില്ല. അപ്പൊ ബിഗ് ബോസിൽ സീസൺ 7 വിന്നർ ആകും, വിന്നർ ആകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിന്നർ ആകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ പറയട്ടെ, അങ്ങനെ പറയാൻ പറ്റും. 100 ദിവസം അവിടെ നിന്ന്, അതെ, അങ്ങനെ ആകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ഓരോ ടാസ്കും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു വ്യക്തി ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. പ്രതീക്ഷയുണ്ട് അത്രയും. അപ്പോ ബിഗ് ബോസിന്റെ 100ാം ദിവസം ലാലേട്ടന്റെ കൈ പിടിച്ച് ആ കപ്പ് മേടിച്ചിങ്ങ് വരട്ടെ അല്ലേ? അതെ, അപ്പോഴേക്കും അമ്മ അവിടെ എത്തും. അതെ, ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ആഗ്രഹവും ഭാഗ്യം ദൈവം തരട്ടെ. പിന്നെ പ്രേക്ഷകരോട് പറയാം, പ്രേക്ഷകർ നിങ്ങളുടെ വോട്ടില്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്റെ മോന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് താഴ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതെ, ആള് അത്ര ജെന്യുവിൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ, അപ്പോ ആൾക്ക് വേണ്ടി എല്ലാരെയും പേഴ്സണൽ ഉണ്ടാവും. ഇതാണ് പേഴ്സണലായിട്ട് കാണാണ്ട് സാബു എന്ന FC ബോയിനെ നിങ്ങൾ എല്ലാരും വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയോട് അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഒനിൽ സാബു എന്നൊരു ആള് ബിഗ് ബോസ് സീസൺ 7 എത്തി നിൽക്കുകയാണ്. ആളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ആളുടെ ഒരു ക്യാരക്ടർ ഏതാണെന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ആളുടെ അമ്മയും ഫ്രണ്ട്സും ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.